ഒരുപാട് സമയമായി ഞങ്ങളുടെ ട്രെക്കിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ പാത വളരെ ഇടുങ്ങിക്കൊണ്ടിരിക്കട്ടോ, ചെയ്യാൻ പോകുന്നുണ്ട്. ഓരോ ഏരിയകളിൽ ഓരോ രീതിയിലാണ്. ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈ ഒരു നല്ല അരുവിയുള്ള ഭാഗത്ത് എല്ലാവരും കൂലിയൊക്കെ 10-25 ആൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു അടിപൊളി യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങളിവിടെ വാഴച്ചാൽ എത്തിയിരിക്കുകയാണ്. വാഴച്ചാൽ ഫോറസ്റ്റിലേക്കുള്ള ഒരു ട്രെക്കിംഗ് ആണ്. ഞങ്ങൾ കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ്ബിൽ ഏകദേശം 43ഓളം പേരുകളാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ക്ലബ്ബിൽ ഏകദേശം 100ഓളം പേരുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് ബസ്സിലാണ് വന്നത്. ഇപ്പോൾ ബസ് വന്നിട്ട് ഇത് ഫോറസ്റ്റ് ഓഫീസാണ്. ഈ ഓഫീസിൽ നിന്നും നമ്മളെല്ലാവരുടെയും അഡ്രസ് പ്രൂഫ് കൊടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇവിടുന്ന് നമ്മളെ ഡോക്ടറാണ്, നമ്മളെ ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇവരുടെ ഒരു വാഹനത്തിൽ ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ഏകദേശം 6.5 കിലോമീറ്റർ വൺ സൈഡ് നമുക്ക് നടക്കാനുണ്ട്. തിരിച്ചും 6.5 കിലോമീറ്റർ, അങ്ങനെ 13 കിലോമീറ്ററാണ് ടോട്ടൽ ട്രക്കിംഗ് വരുന്നത്. പുലർച്ചെ 3:30 മണിക്കാണ് ഞങ്ങൾ കോട്ടക്കലിൽ നിന്നും വാഴച്ചാലിലേക്ക് പുറപ്പെടുന്നത്. കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ്ബിലെ 41 പേരടങ്ങിയ സംഘമാണുള്ളത്. നമ്മളെ യാത്രയിലുള്ള എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് യാത്രയിൽ ഉറങ്ങാനുണ്ടാവും. കാരണം വെച്ചാൽ നാളെ പകൽ ഒരുപാട് ഞങ്ങൾക്ക് നടക്കാനുള്ളതാണ്, 13 കിലോമീറ്ററോളം. അപ്പോൾ എല്ലാവരും നല്ല വൈബിലാണ്. കാരണം വെച്ചാൽ ഈ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർഷത്തിലൊരു ട്രക്കിങ് പോകുന്നതാണ്. അപ്പോൾ അതിൽ പരമാവധി ആളുകൾ ഉൾക്കൊള്ളാറുണ്ട്. എന്തായാലും നല്ലൊരു വൈബ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വാഴച്ചാലിലേക്ക് ഏകദേശം ഒരു 4 മണിക്കൂറോളം യാത്രയുണ്ട് ഇവിടുന്ന്. അതിനിടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുമുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി യാത്രയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ട്രെക്കിംഗ് സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാഹനത്തിൽ ഏകദേശം 4-5 കിലോമീറ്റർ പിന്നിട്ടിട്ട് നമ്മൾ ഈ കാണുന്ന പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ എൻഡിൽ പോയിട്ടാണ് നമ്മൾ ഈ വാഹനം യാത്ര അവസാനിക്കുക. അവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത് കേട്ടോ. പെരിങ്ങൽകുത്ത് ഡാം കഴിഞ്ഞ് നമ്മളെ വണ്ടി ഏകദേശം ഇതുവരെ വരുന്നുണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടുന്ന് 5 കിലോമീറ്ററോളം അവരുടെ വണ്ടിയിലാണ് ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാട്ടപ്പെടുന്നത് നമ്മൾ ട്രക്കിംഗ് ആരംഭിക്കുകയാണ്. ഒരുപാട് സമയമായി ഞങ്ങളുടെ ട്രക്കിംഗ് ഇവിടെ ആരംഭിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഫോറസ്റ്റുകൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ടെങ്കിലും ഈ വാഴച്ചാൽ ഫോറസ്റ്റിൽ വരണമെന്നുള്ളതൊരു ആഗ്രഹം തന്നെയായിരുന്നു അല്ലേ മുബിയ? നമ്മൾ മലക്കപ്പാറ വാൽപ്പാറ ഒക്കെ പോകുമ്പോൾ അതിമനോഹരമായ ആ റോട്ടിലൂടെ പോകുമ്പോൾ ഈ ഒരു കാടിനുള്ളിലൊന്ന് സന്ദർശിക്കണം, പ്രകൃതി രമണീയമായ ആ റോട്ടിലൂടെ പോകുമ്പോൾ ഈ കാടിൻ്റെ ഉള്ളിൽ സന്ദർശിക്കണം എന്നുള്ളത് ഒരു അതിയായ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ അതിന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗീകാരമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെരീഫാക്ക് എല്ലാവരും ഉണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഓക്കെ സാധാരണഗതിയിൽ ഇവർ 24 പേരെയാണ് ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുത്താറുള്ളത്. ഒരു ദിവസം 24 പേർക്കാണ് ഇവിടെ എൻട്രി ഉള്ളത്. പക്ഷേ ഇത് ഞങ്ങൾ കുറേ മുൻകൂട്ടി തന്നെ ബുക്ക് ചെയ്തുകൊണ്ട് 41 പേർക്കും ഒരുമിച്ച് പോകാനുള്ള അവസരമുണ്ട്. ബാക്കിലൊക്കെ നമ്മൾ ആൾക്കാരുണ്ട് കേട്ടോ. അതെ, പിറകിൽ നീണ്ട നിര തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മളെ സൈനുഖാനെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹം ചൈനയിലേക്കുള്ള ഒരു ട്രിപ്പ് ദുബായിൽ നിന്ന് അദ്ദേഹം സലാമുക്കയും ഒക്കെ പോകാൻ കരുതിയതായിരുന്നു അല്ലേ. നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ ഭാഗമാവാൻ അങ്ങേയറ്റം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ആഗ്രഹം സഫലമാക്കാൻ വേണ്ടിയിട്ട് ഒരു ചൈന ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ റോഡിലൂടെയാണ് വന്നത്. ഇനി റോഡ് ഡൈവേർട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നൊരു ഭാഗമാണ്. നമ്മളെല്ലാ അംഗങ്ങളുണ്ട്, കുറച്ച് പേര് ബാക്കിലുണ്ട്. ഇത്രയും ഭാഗം റോഡായിരുന്നു. കുട്ടേട്ടൻ എന്താ ബാഗിന്? നമ്മളെ കുട്ടേട്ടന് ഇന്നത്തെ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഉണ്ണിയപ്പം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 100-ലധികം ഉണ്ണിയപ്പം അദ്ദേഹം കൊടുത്തിരുന്നു. നമ്മളെ ബസ്സിലെയും വഴിയിലൊക്കെ ഉള്ളൊരു ഭക്ഷണം അത് തന്നെയായിരുന്നു. യെസ്, എൻജോമാ സെറ്റല്ലേ? നമ്മുടെ ദീപേട്ടൻ യാസ്. യെസ്. അപ്പോൾ ഏകദേശം നമ്മളെല്ലാ ആളുകളും പാസ് ചെയ്തു. ഒരു പന്തലിട്ട പോലെ ഉണ്ട് ഈ കാട്ടിലിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ. ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ സ്ഥിരമായിട്ട് ആളുകൾ നടന്നിട്ടാണോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പാത ക്രമീകരിച്ചതാണോ എന്നറിയില്ല. എന്തായാലും
സിനിമയിലൊക്കെ കാണുന്ന ഒരു പ്രതീതിയുണ്ട്. രസമുള്ള അടിപൊളി ഫോറസ്റ്റ് കേട്ടോ. പിന്നെ ഇവിടേക്കുള്ള എൻട്രി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ മുമ്പൊക്കെ ഡയറക്റ്റ് വന്നിട്ട് ബുക്ക് ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ ഇതിൽ ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യാണ്. 1000 രൂപയാണ് ഒരാൾക്ക് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രി ഫീ. ഇതിൽ തന്നെ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ ഒരു ചെറിയൊരു സ്നാക്സ് ഉണ്ടാവും. അതുപോലെ ലഞ്ചുണ്ട്, നല്ല അടിപൊളി ലഞ്ചും ഉണ്ട്. ഇല്ല, അരുവികളുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം പാറകൾ ചവിട്ടി വേണം നടക്കാൻ. ഇവിടെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. നമ്മളെ ഡാമിൻ്റെ ഒരു ഭാഗമാണ്. ഇതുവരെ 1.5 കിലോമീറ്ററായി പിന്നിട്ട് കേട്ടോ. നല്ല കാടിൻ്റെ ഒരു ട്രക്കിംഗ് സ്പോട്ട് ആയതുകൊണ്ട് നടപ്പാത കുഴപ്പമില്ല. ബാക്കിയുള്ളതൊക്കെ നല്ല കാടുകളാണ്. ദിൽഷാദ, എങ്ങനെ ഉണ്ടായിരുന്നു ഇതുവരെയുള്ള അനുഭവം? It's been wonderful, man. Yeah. We're getting very cool. Yeah. Thick forest. Side river side is there. Besides, everything's fantastic. Yes. It's very cool. Yes. I really enjoyed it. Yes. Okay, thank you. ബാക്കിലും കുറച്ച് ആളുകളുണ്ട്. കുറച്ച് ഇടുങ്ങിയ ഭാഗമാണ്, മരങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഓക്കെ. കാട് നമ്മളെ പാത വളരെ ഇടുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ചെയ്യാൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മരത്തുമ്മലൊക്കെ പിടിച്ചിട്ട് വേണം നടക്കാൻ. കുറച്ച് ചെരിഞ്ഞ ഭാഗമാണ്. ഏകദേശം 2.5 കിലോമീറ്ററോളായിട്ടോ നല്ലൊരു അരുവിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളി വൈബാട്ടോ, ഒരു രക്ഷയില്ല. നല്ല തണുപ്പുണ്ട്, തണുത്ത കാറ്റ്. നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ കരുതിയിരുന്നു. അതെ, പാമ്പ്, ഏതോ ചെറിയൊരു പാമ്പ് ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ. എന്താണ് പച്ചില പാമ്പാ? ഓ, എന്താണ് മലബാർ? ഓ അതെ, അപ്പോൾ ഇത് വിഷമുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. ഈ കാണുന്നതാണ്. നമ്മൾ പച്ചില പാമ്പാണോ വിചാരിക്കും. ഈ ഒരു കാടിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, ഒരുപാട് പാമ്പുകൾ ഉള്ള ഒരു ഫോറസ്റ്റാണ് ഈ വാഴച്ചാൽ ഫോറസ്റ്റ്. മൂപ്പരങ്ങനെ മരത്തുമ്മ ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ വല്ലാതെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടക്കം സംഭവിച്ചിടായില്ല. അത്യാവശ്യം വലുപ്പമുണ്ട്. അണലിയുടെ വർഗത്തിൽ പെട്ടതാണെന്നാണ് പറഞ്ഞത് നമ്മളെ കൂടെയുള്ള ഫോറസ്റ്റ് ഗാർഡ്. അടിപൊളി അരുവിയാണ് കേട്ടോ. നമുക്ക് നീന്തി കുളിക്കാനും ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതിങ്ങനെ പോയി നമ്മളെ റിവറിൻ്റെ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇനി ഇവിടെ ഈ കല്ല് ചവിട്ടിയിട്ട് വേണം അപ്പുറത്തേക്ക് പോവാൻ. ഇതുവരെ കുറച്ച് നിരന്ന ഭാഗത്തിലൂടെയാണ് കാടിൻ്റെ ഉള്ളിലൂടെ നടന്നു പോയിരുന്നത്. ഇനി കുറച്ച് കയറ്റാണ് കേട്ടോ. കുറച്ച് ദൂരം, ഒരു 1.5 കിലോമീറ്റർ ഹൈറ്റ് ആയിരിക്കുമെന്നാണ് പറഞ്ഞത്. വന്യമൃഗങ്ങളെ തേടിയുള്ള ഞങ്ങളുടെ ഈ ഒരു വാഴച്ചാൽ ട്രക്കിങ്ങിൽ ഏകദേശം 3 കിലോമീറ്ററോളം പിന്നിട്ടിരിക്കുകയാണ്. കാടിനാണ് ഒരു സംശയമില്ല കേട്ടോ. കാരണം വെച്ചാൽ ഏകദേശം ടൈം 12 മണിക്ക് അടുത്തായി. വെയിലും കൊണ്ട് വരുന്നില്ല, പക്ഷെ നമ്മൾ നല്ല വേർപ്പുണ്ട്. നമ്മളെ വഴി ഇവിടെ അവസാനിച്ചതായിട്ടാണ് പറയുന്നത്. ഞങ്ങൾ കുറച്ച് ആൾക്കാർക്ക് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇവിടെ നടന്നു നോക്കിയത് തന്നെ ഈ റൂട്ടാണ്. ഇവിടെ കാട് വെട്ടി അടയാളം കാണുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് എന്തായാലും വഴിയില്ല, ഇങ്ങോട്ടാണ് പിന്നെയും വഴി കാണുന്നത്. അപ്പോൾ വഴി തെറ്റിയിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ പോണത്. വിയല്ല ബഷീർ ഒരു ചെറിയ പരിക്ക്. ഇവിടെയൊക്കെ കുറച്ച് തെളിഞ്ഞ വഴി കാണുന്നുണ്ട്. അതാ രഞ്ജുമാമനും വീണു. വേദനയാ? ആരോഗ്യശാല സീനിയർ സ്റ്റാഫാണ്. അദ്ദേഹം കൈ ചെറുതായിട്ടൊന്ന് പരിക്ക് പറ്റി. നമ്മളെ ഫോറസ്റ്റ് സാറ് വരുന്നുണ്ട്. അപ്പോൾ വഴി കഴിച്ചിട്ടില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം അല്ലേ? ഞങ്ങൾ വഴി ഏകദേശം നിന്നപ്പോഴേ കഴിഞ്ഞോന്ന് വിചാരിച്ച്. ആക്ച്വലി ഞങ്ങളെ കൂടെയുള്ള ആളുകളും ഞങ്ങളും
ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ 5 പേരാണ് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കൂട്ടത്തിലുള്ളത്. ഈ യാത്രക്കിടയിൽ നല്ലൊരു വെള്ളച്ചാട്ടമുള്ള ഭാഗത്തേക്ക് എത്തിയിട്ട് ഈ ഒരു പ്രദേശം എന്താ പറയുക, ഇവിടെ എന്തെങ്കിലും പേരുണ്ടോ? നെടുഞ്ചാലില്ലേ? ഇതിപ്പോൾ നമ്മളാ അതിരപ്പള്ളിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗം തന്നെ അല്ലേ? അല്ല, ആ പറമ്പിക്കുളത്തുനിന്ന് വരുന്ന വെള്ളമാണ് അല്ലേ? ആ അതെ അതെ. ആ ആ അപ്പോൾ ഈ വെള്ളമൊക്കെ പെരിങ്ങൽകുത്ത് ഡാമിലേക്കാണ് ചെല്ലുന്നത്. യെസ്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി പ്രദേശമാണ്. ഏകദേശം 4 കിലോമീറ്റർ പിന്നിട്ട നമ്മുടെ ട്രക്കിങ്ങിൽ നല്ല അടിപൊളി സ്പോട്ടാണ്. എല്ലാവർക്കും ഇങ്ങനെ ഇരിക്കാൻ യാത്രക്കിടയിൽ നമുക്ക് ഇവരെ ഭാഗത്ത് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഇലയുടെയാണ് കേട്ടോ അത്. നല്ല അടിപൊളി ഉണ്ടാക്കിയിട്ടുള്ള ഇവിടെ കാട്ടിലെ ഇല തന്നെയാണ്. അതിന് അതുകൊണ്ട് കഴിക്കാം. ബാപ്പൊന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് താങ്ക് യു. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം തന്നെ കേട്ടോ. ഈ കാടിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇതേപോലെ ഈ അരുവിയിലൊന്ന് ഇറങ്ങണം എന്നുള്ളത് നമുക്ക് പറ്റുമോ എന്ന് സംശയമായിരുന്നു. നമ്മളെ മുബീറും ദാവക്കാട് വെള്ളത്തിൽ ഇറങ്ങി തണുപ്പിക്കുകയാണ് ശരീരം. ആ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. ഈ ഒരു നല്ല അരുവിയുള്ള ഭാഗത്ത് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും മാറ്റി നമ്മൾ ട്രക്കിങ്ങിന് വേണ്ടി പുറപ്പെടണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കുറച്ച് കയറ്റം കഴിഞ്ഞു. ഇപ്പോൾ ഒരു നല്ല രീതിയിൽ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വളഞ്ഞും തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് ബോഡി. നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ. അടിപൊളി വെള്ളം. കാടിനുള്ളിലുള്ള അരുവിയിൽ നിന്ന് കുടിക്കാൻ സാധിച്ചു, കുളിക്കാൻ സാധിച്ചു. വലിയൊരു സന്തോഷം, ഒരു കുളിരാണ്. കാരണം നമ്മൾ ഒരിക്കലും ഈ ഒരു കാട്ടിലൊക്കെ നമുക്ക് പ്രവേശനം കിട്ടുമെന്ന് വിചാരിച്ച കാര്യമില്ലല്ലോ. അത് സാധിച്ചു. അതോടുകൂടി കാട്ടിനുള്ളിൽ തന്നെ കുളിക്കാനും സാധിച്ചു. അതൊക്കെ ഈ ഒരു യാത്രയുടെ ഒരു വല്ലാത്തൊരു വൈബാണ്. ആനുണ്ടെന്ന് ഒരു ന്യൂസ് കേട്ടു, കുറച്ചാളുകൾ കണ്ടു എന്നറിഞ്ഞു. പക്ഷെ നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോഴേക്കും നമ്മളെ സാവിൻ്റെ ഒക്കെ ആ സൗണ്ട് കൊണ്ട് ആന ഉള്ളിലേക്ക് പോയോ എന്നൊരു സംശയമുണ്ട്. ഭയങ്കരമായ പാതയാണ് കേട്ടോ. മുമ്പിട്ട് ചെരിഞ്ഞ് വന്നിട്ട് വേണം ഇങ്ങോട്ട് പോയി. ഓരത്തിലൊരത്തിൽ പോലെ തല തട്ടലൊക്കെ ഉണ്ട്. കൊമ്പ് ആ ഞാൻ പറഞ്ഞില്ലേ, അട കഴിച്ച ആ ഇല ഉണ്ടത് അതല്ലേ? അട ഒരു ഇട ശാന്തമായിട്ടും പറയുമ്പോൾ അതിൽ സത്യം ഉണ്ടാവും. വളരെ ദുഷ്കരമായ ഒരു പാതയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ 6 കിലോമീറ്റർ ഇവിടെ പിന്നിടുകയായി. ഈ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ഒരു ചെളി നിറഞ്ഞൊരു ഭാഗത്തിലൂടെ നമ്മൾ പാസ് ചെയ്യുന്നത്. ഷൂവിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കിടക്കാതെ നോക്കണം. കുറച്ച് ചളിയുള്ള ഭാഗമാണ്. ഷൂവിൻ്റെ ഉള്ളിലേക്ക് ലേശം വെള്ളം കയറിയോ സംശയമുണ്ട്. കാര്യങ്ങളല്ലേ നോക്കിട്ടോ, തല തട്ടുന്നത് നോക്ക്, മുളയാണ്. അമ്മ അപ്പൊ നമ്മൾ പിന്നിട്ട് ഈ ഒരു പ്രദേശം കുറെ ആനകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണല്ലേ? ഈറ്റകളാണ്. ഈറ്റപ്പോ ഈ മഴക്കാലം കഴിഞ്ഞിട്ട് ഈറ്റൊക്കെ ഇങ്ങനെ തളിച്ചിട്ട് വരുന്ന സമയമാണ്. അപ്പൊ ആ തളിര് നല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ സമയത്ത് ഇത് കഴിക്കാൻ വേണ്ടി നല്ല ആനകളായിരുന്നു. അപ്പൊ നമ്മളവിടെ കണ്ടത് അല്ലേ? ആവത്തെ കാലത്ത് ഈ സാധനം നല്ല നീളമുള്ള കൊമ്പ് കിട്ടും. വെട്ടിക്കൊണ്ട് ആനകൾക്ക് പൊതുവെ ഈ നല്ല അരുവിയിലൊക്കെ വന്ന് വെള്ളം കുടിക്കാനൊക്കെ സൗകര്യമുള്ള ഒരു ഭാഗമാണല്ലേ? ചീങ്കണ്ണില്ലേ? വെള്ളത്തേക്ക് ഇറങ്ങിട്ട് നോക്കി എല്ലാവരും. എന്തായാലും നല്ല അടിപൊളി വൈബാണ്. ഏകദേശം ഞങ്ങൾ ലഞ്ചിൻ്റെ ടൈം ആവാറായിട്ടുണ്ട്. നമ്മുടെ ഈ യാത്രയിൽ വളരെ അധിക സമയം നമുക്ക് കാണാൻ സാധിക്കുന്ന റൈറ്റ് സൈഡിൽ നമ്മളീ പുഴ. വലിയ മരങ്ങൾ വീണ് എടുക്കുന്നുണ്ടല്ലേ? ഈ ഒരു മരത്തിൻ്റെ വലിപ്പം, ഇത്രയും വലിയ മരം വീണെടുക്കുകയാണ്. അങ്ങനെ ഏകദേശം 6.5 കിലോമീറ്റർ കറക്റ്റാണ് കേട്ടോ. 6.5 കിലോമീറ്റർ ആയപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൻ്റെ പകുതി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമുക്ക് ലഞ്ച് റെഡി ആയിട്ടുള്ളത്. കാടിൻ്റെ ഉള്ളിൽ തന്നെ ഇവർ റെഡിയാക്കിയ ലഞ്ചാണ്. അനുസരി നല്ല അടിപൊളി ലഞ്ച് പ്രതീക്ഷിക്കില്ല. ഇവിടെ എല്ലാവരും ഫുഡ് എത്തിയിട്ടില്ല, അപ്പോൾ തന്നെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു അരുവി സൈഡിൽ വക്കത്ത് നല്ല അടിപൊളി ഭക്ഷണങ്ങൾ കഴിക്കാൻ ശരിപ്പാകെ റെഡി ആയിരിക്കട്ട.
എങ്ങനെ ശരിപ്പാക്ക് എത്രയാണ് അനുഭവത്തില് അടിപൊളിയല്ലേ ഫ്രീ അവിടെ അട്ട ഫ്രീ ആണ്. ആര് മറ്റേ ചെന്നാൽ കോട്ടയ്ക്ക് ചെന്നാൽ 5000 എല്ലായിടത്തും അട്ട കടിച്ചു കോട്ടയ്ക്ക് ചെന്നാൽ 5000 ഇവിടെ നിന്ന് വെറും ഫ്രീ ആയിട്ട് അട്ട ഫ്രീ അട്ട. സാധനങ്ങളൊക്കെ റെഡി അല്ലേ? എന്തായാലും നല്ല അടിപൊളി ചോറാണ്. ലഞ്ച് കാടിനുള്ളില് ആ യെസ് യാസിൻ എന്താ കഴിച്ചില്ല നിങ്ങള്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അതിനിടയ്ക്ക് ഇവിടെ നമ്മൾ യാത്രക്കിടയിൽ നമസ്കരിക്കാനും എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒരു 10-25 ആൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം ഉണ്ട്. ഞങ്ങൾ 40 പേരുണ്ടായതുകൊണ്ട് കുറച്ച് ആളുകൾ വെയിറ്റ് ചെയ്യണം. ആ പാപ്പോ സെറ്റല്ലേ? ആ ആകെ മൊബൈൽ മെയിനല്ലേ നമ്മള്. ശശിയേട്ടാ ഒന്ന് ഇടയ്ക്ക് ഇങ്ങോട്ട് നോക്കട്ടാ. ആ ഓക്കെ ഓക്കെ. ഭക്ഷണം കഴിച്ച് നമ്മുടെ ട്രക്കിങ് വീണ്ടും ആരംഭിച്ചിരിക്കുക കേട്ടോ. വീണ്ടും കാടിൻ്റെ നടുക്കളത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി പാറകളും ആലുമരങ്ങളൊക്കെ അടിയിലൊക്കെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മടക്കയാത്ര പുരോഗമിക്കുകയാണ്. വടിയും കോലും ഒക്കെ എടുത്ത് നമ്മളെ KRCയുടെ പ്രവർത്തകർ ഇങ്ങനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഞ്ചേട്ടാ ചോറ് കുറേ കഴിച്ചില്ല. ശരി വേഗം തള്ളിക്കോളേ. ഓക്കെ ഓക്കെ. അല്ല ഇനി ബാക്കിൽ ആരില്ല ഡോക്ടറെ ഉണ്ടോ? അതാരാ ക്രിസ്റ്റഫറോ? അങ്ങനെ ഏകദേശം നമ്മൾ ട്രക്കിങ് 8.5 കിലോമീറ്ററോളം പിന്നിട്ടു കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല ഉൾക്കാട്ടിലൂടെ മാത്രമായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ നമ്മളെ മടക്കം ഏകദേശം ഒരു ഇവിടെ ഫോറസ്റ്റിൻ്റെ വണ്ടി മാത്രം പോകുന്ന ഒരു റൂട്ടിലൂടെയാണ് പോകുന്നത്. മുമ്പ് ഈ ഒരു ട്രക്കിങ്ങിൽ ഏകദേശം നമ്മൾ ആ ഒരു സ്പോട്ടിലേക്ക് വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നില്ല, ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ തന്നെ അത്രയും ദൂരം പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അതൊരു ട്രക്കിംഗ് എല്ലാവരും നടന്നു പോകുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ പോയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് മാറിയത്. എന്തായാലും വളരെ നല്ല ഒരു അനുഭവം തന്നെയായിരുന്നു. നമുക്കൊക്കെ അനുഭവിക്കാൻ ഒരു മെമ്മറബിൾ ഇൻസിഡൻറ്റ് തന്നെയായിരുന്നു. രഞ്ജേട്ടാ എൻ്റെ കഴിഞ്ഞിട്ട് അല്ലേ? എല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ട്. നിങ്ങളെ ഇതുവരെയുള്ളൊരു അനുഭവം എന്താണ്? നല്ല രസമല്ലേ? ശബരിമലയൊക്കെ പോകുമ്പോൾ കരിമല വഴി പോകുമ്പോൾ സത്യം നിങ്ങൾ പറഞ്ഞ രഞ്ജേട്ടൻ പറഞ്ഞേക്ക് തന്നെ ഓക്സിജൻ തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രക്കിങ് ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ 41 പേര് അല്ലേ? 41 പേരല്ലേ? 41 പേരാണ്. മുമ്പിലും കുറേ ആളുകളുണ്ട്, പുറകിലിപ്പോൾ ഞങ്ങളുടെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളെ ഈ ഒരു ട്രക്കിങ്ങിൽ ഉടനീളം നമ്മളെ കൂടെയുള്ള നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രീ അനിൽ സാറാണ് നമ്മളെ കൂടെയുള്ളത്. സാറ് ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു എന്തൊരു സന്ദേശമാണ് ആളുകൾക്ക് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വന്നാലുള്ള അല്ലെങ്കിൽ യാത്രയുടെ ഒരു പ്രത്യേകത? നമുക്കിപ്പോൾ ഒരുപാട് പ്രത്യേകത തോന്നിയിട്ടുണ്ട്. നല്ല കാടിൻ്റെ ഉള്ളിലൂടെ ഒരുപാട് നല്ല നമ്മൾ വിചാരിച്ച പോലെ വന്യമൃഗങ്ങളെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് പക്ഷികളുടെയും കാട്ടുപക്ഷികളുടെ സൗണ്ടുകളും മറ്റു കാര്യങ്ങളും കാടിൻ്റെ ആ ഒരു മനോഹാരിത ഒരുപാട് നമുക്ക് അനുഭവിച്ച് കാണാൻ സാധിക്കുകയുണ്ട്. സാറിൻ്റെ ഒരു അനുഭവത്തിൽ അല്ലെങ്കിൽ എന്താണ് ആളുകൾക്ക് സന്ദേശമായിട്ട്? പ്രധാന ഉദ്ദേശം നമ്മൾ ഈ ട്രൈബൽ മേഖലയുള്ളവർക്ക് ജോലി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ 13 ഗേറ്റ്സിന് നമ്മുടെ ആ മേഖലയിൽ നിന്ന് നമ്മൾ അവരെ ഒരുപാട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ അവർക്ക് ഒരു 13 പേർക്ക് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റി എന്നതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ അത് മാത്രമല്ല പൊതുജനങ്ങൾക്ക് കാടിനെ കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക, തീർച്ചയായിട്ടും കാട് നേരിട്ട് കണ്ടറിയുക എന്നതാണ്. ഇന്ന് നമ്മൾ വന്നപ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഒരു ഫ്രണ്ടി വന്നവർക്ക് ആനയെ കാണാൻ സാധിച്ചു. കുറച്ച് ആളുകൾ കണ്ടിട്ടുണ്ട്, കണ്ടു എന്ന് പറയണ്ട. പിന്നെ കഴിഞ്ഞ ദിവസം നമുക്ക് കാട്ടുപോകുന്നത് അങ്ങനെ നമ്മൾ ഈ മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഒരു ലക്കാണ്. തീർച്ചയായിട്ടും അതല്ല കാട് എന്താണെന്ന് നേരിട്ട് ഈ 41 പേർക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ വാഴച്ചലും നിങ്ങൾ കോട്ടക്കൽ റണ്ണേഴ്സ് ക്ലബ് അല്ലേ, നിങ്ങൾ 41 പേര് തീർച്ചയായിട്ടും വന്നതിൽ വാഴച്ചലവൻ ഡിവിഷന് അതിയായ സന്തോഷമുണ്ട്. നന്ദി കൂടെ രേഖപ്പെടുത്താം. ഒക്കെയാവുന്നതാണ്. അപ്പം അതിൻ്റെ നമ്പർ 85 47 60 19. ഓക്കെ, സാറ് പറഞ്ഞ നമ്പർ നോട്ട് ചെയ്യാം. ഇങ്ങോട്ട് വരെ അത്ര എഴുതാറുള്ളൂ. ഇത് നമുക്ക് ഒരു അടിപൊളി ലഞ്ച് അല്ലേ? നല്ല അടിപൊളി ലഞ്ച് തന്നെ കിട്ടി. നമ്മളെ നാടൻ ശൈലി
നമുക്ക് ആ ഒരു കുളിയും ഭക്ഷണവും ഒക്കെ ഒരുപാട് നല്ല അനുഭവമാണ് സമ്മാനിച്ചത്. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രക്കിങ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് മടങ്ങാനുള്ള 2 വണ്ടികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ മടങ്ങി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ 41 പേരുണ്ടായതുകൊണ്ട് ഒരു 3 പ്രാവശ്യമായിട്ട് ട്രിപ്പ് അടിച്ചിട്ടാണ് നേരത്തെ വണ്ടി നമ്മളെ ഇങ്ങോട്ട് എത്തിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ 3 പ്രാവശ്യമെങ്കിലും വണ്ടികൾ ട്രിപ്പ് അടിക്കേണ്ടി വരും. ഒരു വണ്ടിയിൽ 8 പേർക്കാണ് ഇരിക്കാൻ. പോകുന്ന റൂട്ടാണ് ഈ ബാക്കിൽ കാണുന്നത്. ഇവിടെ തന്നെയാണ് ഈ ഡാമൊക്കെ ഉള്ളത്. എന്തായാലും നല്ല അടിപൊളി ട്രിപ്പാണ്. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ യാതൊരു പ്രയാസമില്ല. നേരത്തെ പറഞ്ഞ ആ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റും. അത് നല്ല സർക്കാർ ഉദ്യോഗസ്ഥർ ചില ആളുകൾക്ക് ഒരു മനോഭാവം ഉണ്ടാവും. തീർത്തും അത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് ഉദ്യോഗസ്ഥർ ഉണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ വളരെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് അവർ പെരുമാറിയിട്ടുള്ളത്. നമ്മൾ കൂടെയുള്ള ഒരാളെ പോലെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ എന്തായാലും വളരെ നല്ലൊരു അടിപൊളി ട്രിപ്പാണ്. ഞങ്ങളുടെ ഈ ഒരു ട്രക്കിങ്ങിൻ്റെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.